സാബ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരളം. അതിലെ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം പഠിച്ചു കഴിഞ്ഞു. ഇനി പാർട്ട് 3 ആണ്. പാർട്ട് 3 എന്താണെന്ന് നോക്കാം നമുക്ക്. ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. അതായത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റികളെ കുറിച്ചാണ് എന്തിൽ പറയുന്നത്, പാർട്ട് 3യിൽ പറയുന്നത്. അതിൽ എന്തൊക്കെ പെടുന്നുണ്ട് നോക്കാം. ജനറൽ പർപ്പസ്, അതായത് സാധാരണ മാർക്കറ്റ് ഫെഡ് പോലത്തെ ജനറൽ പർപ്പസ് ആയിട്ടുള്ള സൊസൈറ്റികൾ, സാധാരണ എല്ലാ വിധത്തിലുള്ള മാർക്കറ്റിംഗ് നടത്തുന്ന ഇതാണ് ജനറൽ പർപ്പസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ പർപ്പസ്, ചില കാര്യങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് മാത്രമുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റി, അതാണ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ രണ്ട് വിധത്തിലുള്ള സൊസൈറ്റികളെ കുറിച്ചാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ എടുത്ത് നീങ്ങുന്നത്. അതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 5-ാം തീയതിയാണ്. ആ 5-ാം തീയതിക്കുള്ളിൽ തന്നെ അത് ക്ലാസ്സുകൾ എടുത്ത് തീർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നല്ല സ്പീഡിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. അതുപോലെ തന്നെ അതേ സ്പീഡിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു 40 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ക്ലാസ്സുകൾ തീർത്താൽ മാത്രമേ റിവിഷൻ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുക. നമ്മൾ ഇനിയുള്ള സമയം ഒരു 10 മണിക്കൂറെങ്കിൽ ഡെയിലി പഠിച്ചാലേ നമ്മൾക്ക് ഈ എക്സാമിന് ക്വാളിഫൈ ചെയ്ത് നമുക്ക് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റിൽ ചെന്ന് അവിടെ ഓഡിറ്റർ ആയിട്ടോ ഇൻസ്പെക്ടർ ആയിട്ടോ അങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എക്സാമിന് ഇനിയും ഡേറ്റ് ഉണ്ടല്ലോ, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് PSC എക്സാം ആണ്. അതുപോലെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നെഗറ്റീവ് മാർക്ക് ഉള്ള എക്സാം ആണ്. അപ്പോൾ അതാണോ ഇതാണോ എന്ന് ചോദിച്ചിട്ട് 1 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 മാർക്കിന് പകരം 1.3 മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. 1 മാർക്ക് എന്നുള്ളത് നമ്മൾ അത് പോയി അതോടൊപ്പം തന്നെ ലഭിച്ചതിൽ നിന്നൊരു 0.33 മാർക്ക് കൊണ്ട് നഷ്ടപ്പെടും. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നതിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? USA-യിലാണ്. മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ ബർത്ത് പ്ലേസ് എവിടെയാണ്? USA-യിലാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1915 അറ്റ് ഹൂബ്ലി. അതായത് ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൂബ്ലിയിലാണ്, കർണാടകയിൽ ഹൂബ്ലിയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി വന്നത്. അത് ഏത് വർഷം എന്ന് വെച്ചാൽ 1915-ലാണ്. USA-യാണ് മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യയിൽ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി വന്നത് 1915-ലാണ്. അത് ഹൂബ്ലി എന്ന സ്ഥലത്താണ്. The marketing society aims at the elimination of middlemen, exploitation of farmers and to secure maximum price for their producers. എന്താണ് ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റി എയിം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇടത്തട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ട് കർഷകരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതാണ് ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ലക്ഷ്യം. അതായത് ഒരു ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് വിൽക്കുമ്പോൾ, നേരിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും ആവശ്യത്തിനുള്ള ലാഭം കിട്ടും. അതായത് വാങ്ങിക്കുന്ന ആൾക്ക് ഇവർ കൊള്ള ലാഭം വാങ്ങിക്കാത്തത് കൊണ്ട് അതും ലാഭമാണ്, വിൽക്കുന്ന ആൾക്ക് ആവശ്യത്തിനുള്ള ലാഭം കിട്ടും. അതേസമയം ഒരു മിഡിൽ മാൻ ഉണ്ടാവുമ്പോൾ, ഇടത്തട്ടുകാരുണ്ടാവുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഇടത്തട്ടുകാര് ഈ കർഷകർക്ക് ഉൽപ്പാദിപ്പിച്ച കർഷകർക്ക് വളരെ ചെറിയൊരു രീതിയിലുള്ള എമൗണ്ടും കൊടുക്കും. വാങ്ങിക്കുന്ന നമ്മളെ പോലെ കൺസ്യൂമേഴ്സിന്റെ നിന്ന് കൂടുതൽ ലാഭവും വാങ്ങിക്കും. അപ്പൊ ഈ മിഡിൽ മാൻ എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയയെ ഒഴിവാക്കിക്കൊണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കർഷകർക്ക് അവരുടെ പ്രൊഡക്റ്റിന് മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുന്ന രീതിയിൽ വിൽപ്പന നടത്തുകയാണ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ ചെയ്യുന്നത്. The marketing society aims at the elimination of middlemen, exploitation of farmers and secure maximum price for their products. Marketing societies undertake outright purchase system, agency function, commission business, credit facilities to members against stock and produce. Marketing സൊസൈറ്റികൾ എന്തൊക്കെ ചെയ്യുന്നത്? ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, ഏജൻസി ഫംഗ്ഷൻ, കമ്മീഷൻ ബിസിനസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു മെമ്പേഴ്സ് അഗേൻസ്റ്റ് സ്റ്റോക്ക് ആൻഡ് പ്രൊഡ്യൂസ്. അവരുടെ സ്റ്റോക്കിനും അവരുടെ പ്രൊഡക്ഷനും, അവരുടെ സ്റ്റോക്കും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷനും ഉണ്ടല്ലോ, അതിന് അനുസരിച്ച് എന്തൊക്കെ ചെയ്യണത് വെച്ചാല്
ഔട്ട്റേറ്റ് പ്രൈസസ് സിസ്റ്റം നടത്തുന്നുണ്ട്. ഏജൻസി, അവർ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കമ്മീഷൻ ബിസിനസ്, അതായത് ചെറിയൊരു കമ്മീഷനൊക്കെ കൊടുത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ അവര് ബിസിനസ് നടത്തി കൊടുക്കുന്നു. അതുപോലെ മെമ്പർമാർക്ക് ആവശ്യമുള്ള വായ്പകൾ നൽകുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാർക്കറ്റിംഗ് സൊസൈറ്റികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൾസോ ഹെൽപ്പ് ഫാർമേഴ്സ് ബൈ സപ്ലൈയിങ് അഗ്രികൾച്ചറൽ ഇൻപുട്സ് ലൈക്ക് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, മെഷീനറീസ് ആൻഡ് ടെക്നിക്കൽ നോളജ്. ഹൗ ടെക്നിക്കൽ നോളജ് എന്നിട്ടാണ് ഹൗ ടെക്നിക്കൽ നോ ഹൗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള അറിവുകൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത്. ടെക്നിക്കൽ നോ എന്നാണ് KNOW ഉണ്ട്, ഓയിടാമിട്ടുള്ളതാണ്. ടെക്നിക്കൽ നോ ഹൗ വർക്ക്ഷോപ്സ്, സെമിനാർസ് എക്സെട്ര ആർ ആൾസോ കണ്ടക്ടഡ് റെഗുലർലി ടു എൻഹാൻസ് ദ അവയർനെസ് ഓഫ് ദ ഫാർമേഴ്സ്. എന്താണ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ പിന്നെ എന്ത് ചെയ്യുന്നു? അവര് പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ ഇൻപുട്സ്, സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, മെഷീനറീസ്, പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നുള്ള അറിവുകൾ, വർക്ക്ഷോപ്പ്, സെമിനാർസ് ഇതൊക്കെ നടത്തിക്കൊണ്ട്, അതായത് സീഡ്സുകൾ കൊടുക്കുന്നു, ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നു, പെസ്റ്റിസൈഡ്സ് കൊടുക്കുന്നു, മെഷീനറീസ് കൊടുക്കുന്നു, പുതിയതായിട്ടുള്ള അറിവുകൾ കൊടുക്കുന്നു, വർക്ക്ഷോപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, സെമിനാറുകൾ നടത്തുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മെമ്പർമാരെ സഹായിക്കുന്നു. Marketing societies arrange for collective marketing and secure economics of large-scale production and marketing for its members. അതായത് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ എന്ത് ചെയ്യുന്നു? കളക്റ്റീവ് മാർക്കറ്റിംഗ് നടത്തുന്നു. കളക്റ്റീവ് മാർക്കറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നു. അതായത് മൊത്തത്തിലുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ഒരു മാർക്കറ്റുകൾ, അതായത് കളക്റ്റീവ് മാർക്കറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പല സാധനങ്ങൾക്കുള്ള മാർക്കറ്റുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ, ഒരുപാട് പ്രൊഡക്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷനുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്ക് ഉള്ള, വിൽപ്പന എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ അവർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പൊ കുറെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല, അത് വിൽക്കാനുള്ള ഒരു മാർഗം വേണം. ആ വിൽക്കാൻ വേണ്ടിയിട്ട് കളക്റ്റീവ് മാർക്കറ്റിങ്ങുകളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ അത് വിറ്റ് കൊടുക്കുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് വിറ്റ് കൊടുക്കുന്നു. അതായത് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ എന്താണ്? കളക്റ്റീവ് മാർക്കറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ടും ഇവരുടെ കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പനകൾക്ക് സഹായിക്കുന്നു. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് കൺവേർട്ട് ദി റോ ഫാം പ്രൊഡക്ട്സ് ഇൻ ടു വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ബേസ്ഡ് ഓൺ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. അതായത് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ റോ മെറ്റീരിയലിനെ എന്ത് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റിക്കൊണ്ട് വിൽക്കുന്നു. അപ്പൊ എന്താണ്? അതായത് കൺസ്യൂമറുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ആലോചിക്കുക. നമ്മള് ഇതുണ്ടല്ല, കായ ഉണ്ടല്ല, നേന്ത്രക്കായ അതിനെ പല രീതിയിൽ നമ്മൾ മാറ്റുന്നില്ല. ചിപ്സുകളാക്കി മാറ്റുന്നു, പല ടൈപ്പിലുള്ള ചിപ്സുകളാക്കുന്നു, പഴത്തിന് ചിപ്സ് ആക്കുന്നു, പഴംപൊരി ആക്കുന്നു. അതൊക്കെയാണ് റോ മെറ്റീരിയലിനെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് എന്ന് പറയും. ഇപ്പൊ ചക്കയുടെ സീസണാണ്, ഒരുപാട് ചക്കകൾ ഉണ്ടായി വേസ്റ്റ് ആയി പോകും. ആളുകൾ എന്താ ചെയ്യണത്? നമ്മൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്യും? കുറെ ചക്ക വരട്ടി വെക്കും, അതുപോലെ തന്നെ ചക്ക വറുത്ത് വെക്കും, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യൂലേ. ഇതൊക്കെ വിപണിയിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് കാശല്ലേ? ചക്കട 15 രൂപയാണ്, 15, 20, 25 പല റേറ്റിലാണ് ചക്കട കിട്ടുന്നത്. അപ്പൊ ഇതേപോലെ റോ മെറ്റീരിയലുകളിലെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളായിട്ട് കൺസ്യൂമറിന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതിനൊക്കെ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ സഹായിക്കുന്നു. നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം നാഫിഡ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ അപ്പെക്സ് സ്ഥാപനമാണ്. മാർക്കറ്റിംഗ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് കേരളത്തിൽ 2 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ നോക്കുമ്പോൾ അത് 3 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതില് ഇന്ത്യയിലത്തെ ഇതാണ് അപ്പെക്സ് സ്ഥാപനമാണ്. അതായത് മാർക്കറ്റ് ഫെഡിന്റെ സംസ്ഥാന തലത്തിലുള്ള സൊസൈറ്റികളുടെ അപ്പെക്സ് ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നാഫിഡ് എന്ന് പറയുന്നത്. നാഫിഡിനെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പാർട്ട് വരുമല്ലോ, അതിൽ നാഫിഡ്, നബാർഡ് അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരാം. ഇതിൽ നമുക്ക് മാർക്കറ്റ് ഫെഡ് തുടങ്ങിയുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം നാഫിഡ് ആണ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീമിന്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത്. പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീമിന്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? നാഫിഡ് ആണ്. ഇൻ കേരള മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഇൻ 2 ടയർ. കേരളത്തിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 2 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ 2 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. അതിൽ 2 ടയറിൽ ബേസിക് ആയിട്ടുള്ള ഏറ്റവും താഴെക്കടയിലുള്ള പ്രൈമറി, പിന്നെ മുകളിലുള്ളത് എന്തായാലും നമുക്കറിയാം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആയിരിക്കും. താഴെ ഏതാണ്? പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്.
പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് നോക്കാം. പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ ഫോംഡ് ബൈ പ്രൊഡ്യൂസർ മെമ്പേഴ്സ്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഗവൺമെന്റ്. പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ ഫോംഡ് ബൈ പ്രൊഡ്യൂസർ മെമ്പേഴ്സ്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഗവൺമെന്റ്. പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്ത് ആയിരിക്കും ഫോം ചെയ്യുന്നത്? അതിന്റെ മെമ്പർമാരെന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ്, ഫാർമേഴ്സിനല്ലേ, ഉത്പാദിപ്പിക്കുന്ന ഫാർമേഴ്സ്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ ഗവൺമെന്റ്. ഇവരൊക്കെയാണ് ഈ പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിന്റെ മെമ്പർമാരെന്ന് പറയുന്നത്. Service cooperative societies and the marketing cooperative societies join hands together as part of linking of credit with marketing. Linking of credit with marketing. Service cooperative bank പഠിച്ചപ്പോൾ ഞാൻ linking of credit with marketing പഠിപ്പിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും കൂടെ ജോയിന്റ് ഹാൻഡ് ആയിട്ട് ഒന്നിച്ച് ചെയ്യുന്നതാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. വേറെ ഒന്നുമില്ല. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഖേന മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് ലോണുകൾ എടുക്കും. ഈ ലോണുകളൊക്കെ എടുത്തിട്ട് ഈ മെമ്പർമാർ തന്നെയാണ് ലോൺ എടുക്കുക. മെമ്പർമാർക്ക് ലോണിനൊക്കെ വഴി ഉണ്ടാക്കി കൊടുത്ത് ഈ പൈസ കൊണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് വിളകളിറക്കി ഉൽപ്പാദിപ്പിച്ചിട്ട് മാർക്കറ്റിംഗ് ഇവർ നടത്തി കഴിഞ്ഞിട്ട് ഇതിന്റെ പൈസ ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി മുഖേന തന്നെ തിരിച്ചടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി മാർക്കറ്റിംഗ് സൊസൈറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനെ ആശ്രയിക്കുകയാണ്. ഈ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇതിന്റെ വായ്പാ തിരിച്ചടവുണ്ടല്ലോ, വായ്പാ തിരിച്ചടവില്ല ആര് മുഖേന നടത്തുന്നത്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല ഇതിന് നേരിട്ട് കൊടുക്കുന്നത്, മാർക്കറ്റിംഗ് സൊസൈറ്റി ത്രൂ ആണ് കൊടുക്കുന്നത്, വായ്പകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ മെമ്പർമാർക്ക് അതിനാവശ്യമുള്ള വായ്പകൾ കിട്ടും. വായ്പ കിട്ടിയിട്ട് എന്നടച്ചാൽ മതി? വിളകൾ വിറ്റതിന് ശേഷം അടച്ചാൽ മതി. വിളകൾ വിൽക്കുന്നത് ആര് മുഖേനയാണ്? മാർക്കറ്റിംഗ് സൊസൈറ്റി മുഖേനയാണ്. മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ത് ചെയ്യും? ഈ കടബാധ്യതകൾ തീർത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ എന്ത് ചെയ്യുള്ളൂ? കർഷകർക്ക് കൊടുക്കുള്ളൂ. അപ്പൊ ആർക്കും ഇതിൽ ബുദ്ധിമുട്ടില്ല. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് ബുദ്ധിമുട്ടില്ല, മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല, അംഗങ്ങൾക്കില്ല. കാരണം അംഗങ്ങൾ മാർക്കറ്റിംഗ് സൊസൈറ്റി മുഖേന വിൽക്കുന്നു, നല്ല വില കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. നമ്മൾ കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു ഇതുണ്ടല്ലോ, പ്രിൻസിപ്പിൾസ് ഇതിൽ പ്രയോഗിക്കുന്നുണ്ട്. ആ പ്രിൻസിപ്പിൾസ് പ്രയോഗിച്ചാണ് ചെയ്യുന്നത്. അതായത് രണ്ട് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് തമ്മിലുള്ള കോപ്പറേഷനാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഉണ്ട് കേട്ടോ. Government ensures storage facilities to the marketing societies, but financing them in the form of loans, grants and subsidies. ഗവൺമെന്റ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്ക് സ്റ്റോറേജ് ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ അതിന് ഫിനാൻസ്, അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ വായ്പകളായിട്ടും ഗ്രാന്റുകളായിട്ടും സബ്സിഡികളായിട്ടും ഒക്കെയാണ് കൊടുക്കുന്നത്. Government ensures storage facilities to the marketing societies, but financing them in the form of loans, grants and subsidies. Government ensures storage facilities to the marketing societies, financing them in the form of loans, grants and subsidies. ഗവൺമെന്റ് ഗോഡൌണുകളൊക്കെ ഉണ്ടാക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്ക് ഗോഡൌണുകളൊന്നും ഇല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഗോഡൌൺ നിർമ്മിക്കാനുള്ള പൈസകൾ കൊടുക്കുന്നു. അങ്ങനെയുള്ള പൈസകൾ വായ്പകളായിട്ടും ഗ്രാന്റ് ആയിട്ടും സബ്സിഡികളായിട്ടൊക്കെയാണ് നൽകുന്നത്. Primary societies exist in the sector of paddy, wheat, jute, cotton, rubber, sugarcane, etc. പ്രൈമറി സൊസൈറ്റികൾ ഏതൊക്കെ സെക്ടറുകളിലാണെന്ന് വെച്ചാല് പാടി, വീറ്റ്, ജൂട്ട്, കോട്ടൺ, റബ്ബർ, സുഗർ കെയിൻ എക്സെട്ര. ഈ പാടി, വീറ്റ്, ജൂട്ട്, കോട്ടൺ, റബ്ബർ, സുഗർ കെയിൻ ഈ വിളകളിലൊക്കെയാണ് കൂടുതലായിട്ട് പ്രൈമറി സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ താലൂക്ക് ആൻഡ് ബ്ലോക്ക്. Area of operation of primary marketing societies are restricted to a taluk or a taluk and a block. താലൂക്ക് ഓറുണ്ട്, താലൂക്ക് ആൻഡ് ബ്ലോക്ക് അല്ല, താലൂക്കും ബ്ലോക്കും അല്ല, താലൂക്ക് ഓർ എ ബ്ലോക്ക്. താലൂക്ക് അല്ലെങ്കിൽ ബ്ലോക്ക്, ഒരു താലൂക്കിലെ ഒരു ബ്ലോക്ക്, അതൊരു താലൂക്ക് തലത്തിലായിരിക്കും, അല്ലെങ്കിൽ ബ്ലോക്ക് മാർക്കറ്റിംഗ് സംഘങ്ങളായിരിക്കും. അങ്ങനെയുള്ള സംഘങ്ങളൊക്കെ ആയിട്ടാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ പ്രവർത്തിക്കുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ താലൂക്ക് ഓർ എ ബ്ലോക്ക്. Area of operation of a primary marketing societies are restricted to a taluk or a block.
Financial assistance of primary cooperative marketing cooperatives societies ensure regular supply of inputs to the members in the form of seeds, fertilizers, manure, pesticides, machineries and technical know-how. ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളായിട്ട് പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസുകൾക്ക് എങ്ങനെ നൽകുന്നതെന്ന് വെച്ചാൽ മെമ്പേഴ്സിന് സീഡ്സ് കൊടുക്കുന്നുണ്ട്, ഫെർട്ടിലൈസേഴ്സ്, മാന്യൂർ, പെസ്റ്റിസൈഡ്സ്, മെഷീനറീസ് ആൻഡ് ടെക്നിക്കൽ നോഹവ് എന്ന് വെച്ചാൽ അവർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിവുകൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, മെഷീനറീസ്, മാന്യൂർ, ഫെർട്ടിലൈസേഴ്സ്, സീഡ്സ് എല്ലാം നൽകുന്നുണ്ട്. അതായത് ഒരു പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്ക് എന്താ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് റെഗുലർ ആയിട്ട് അവർക്ക് സീഡ് വളങ്ങളായിട്ടോ വിത്തുകളായിട്ടോ കീടനാശിനികളായിട്ടോ മെഷീനറികളായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ടെക്നിക്കൽ അഡ്വൈസുകളായിട്ടോ ഒക്കെ നൽകുന്നുണ്ട്. പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആൾസോ acts as the agent of government to procure the agricultural products from time to time. Primary cooperative marketing society, primary cooperative marketing society, രണ്ട് cooperative ഇല്ല, marketing societies also acts as the agent of government to procure the agricultural products from time to time. അതായത് ഗവൺമെന്റിന്റെ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, സമയാസമയങ്ങളിൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ സംഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു ഏജന്റ് ആയിട്ടും പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്ന പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ കേട്ടോ. ഇപ്പൊ എന്താണ് ഇത് രണ്ട് കോപ്പറേറ്റീവ് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു കോപ്പറേറ്റീവ് ഉള്ളൂ. പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഗവൺമെന്റിന്റെ ഏജന്റ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ട്? അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ സമയാസമയങ്ങളിൽ സംഭരിക്കുന്നതിന് വേണ്ടി. ദ വർക്കിംഗ് ഫണ്ട് ഓഫ് ദീസ് സൊസൈറ്റീസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഷെയർ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ്സ്, ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ബാങ്ക് ആൻഡ് ഫെഡറേഷൻ ആൻഡ് ഗ്രാൻസ്, സബ്സിഡീസ് ആൻഡ് ലോൺസ് ഫ്രം ഗവൺമെന്റ് ആൻഡ് നാഷണൽ ലെവൽ ഏജൻസീസ്. അങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ വർക്കിംഗ് ഫണ്ട്, അവർക്ക് വർക്ക് ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എന്തൊക്കെയാണ്? ഷെയർ ക്യാപിറ്റല്, പിന്നെന്താണ് ഡെപ്പോസിറ്റുകൾ, അവർ ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുന്നത്, അതുപോലെ വായ്പകൾ കൊടുക്കുന്നത്, പിന്നെന്താണ് ഫിനാൻഷ്യൽ വായ്പകൾ. എങ്ങനെയാണ് വായ്പകൾ കൊടുക്കല്ലേ? വായ്പകൾ വാങ്ങിക്കുന്നു അതിൽ നിന്ന്, ഫിനാൻഷ്യൽ ബാങ്കുകളിൽ നിന്ന്, ഫെഡറേഷനുകളിൽ നിന്ന്, മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉണ്ടല്ലോ, അതായത് മാർക്കറ്റ് ഫെഡ്, അതിൽ നിന്ന്, അതുപോലെ ലോണുകൾ, സബ്സിഡികൾ, ഗ്രാൻസ് ഒക്കെ ഗവൺമെന്റ് ആൻഡ് നാഷണൽ ലെവൽ ഏജൻസീസുകൾ ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കും. അതുപോലെ തന്നെ നാഷണൽ ലെവൽ ഏജൻസീസുകളുണ്ട്, അവരിൽ നിന്ന്, ഇപ്പൊ NCDC, നാഫെഡ് അതുപോലെയുള്ള ഏജൻസികളിൽ നിന്നൊക്കെ വാങ്ങിക്കും. The working fund of these societies are constituted by share capital, deposits, loans from financial bank and federation, and grants, subsidies and loans from government and national level agencies. Primary marketing societies are the association of cultivators. Primary marketing societies എന്ന് പറയുന്നതാണ് കൾട്ടിവേറ്റേഴ്സിന്റെ ഒരു അസോസിയേഷൻ ആണ്. Primary marketing societies are the association of cultivators. Primary marketing societies are the association of cultivators. ഇനി പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വേർഡുകളുണ്ട്, അത് നമുക്ക് പഠിക്കാം. കാരണം ഇത് ഓരോന്നും ചോദിക്കാം. ഓരോന്ന് റിലേറ്റഡ് ടു എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കിട്ടണം. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ ഓർ കീ ലോൺ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ട്രേഡ് ക്രെഡിറ്റ് ശ്രദ്ധിക്കുക. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന പോലെ ട്രേഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അത് കൺസ്യൂമർ സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ടാണ്, അപ്പൊ മാറിപ്പോകരുത്. ട്രേഡ് ക്രെഡിറ്റ്. റെഗുലേറ്റഡ് മാർക്കറ്റ്സ് എന്നാണ്. റെഗുലേറ്റഡ് മാർക്കറ്റ്സ് നിയന്ത്രിത വിപണികൾ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടേംസ് എന്ന് പറയുന്നത്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ ഓർ കീ ലോൺ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ട്രേഡ് ക്രെഡിറ്റ്, റെഗുലേറ്റഡ് മാർക്കറ്റ്, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. നമുക്ക് മാർക്കറ്റ് ഫെഡ് പഠിക്കാം. മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, കേരളത്തിലെ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് 2 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളും പിന്നെ അതിന്റെ അപ്പെക്സ് സ്ഥാപനത്തിന്റെ പേരാണ്
കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. എന്താണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതിന് പറയുന്ന പേരാണ് എന്തെന്ന്? മാർക്കറ്റ് ഫെഡ്. ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഈസ് ആൾസോ ടേംഡ് ആസ് മാർക്കറ്റ് ഫെഡ്. ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഈസ് ആൾസോ ടേംഡ് ആസ് മാർക്കറ്റ് ഫെഡ്. ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഈസ് ആൾസോ ടേംഡ് ആസ് മാർക്കറ്റ് ഫെഡ്. Market Fed is the apex society of marketing society. Market Fed is the apex society of all marketing societies. Market Fed is the apex society of all marketing societies. Market Fed is a federation of all types of primary marketing cooperative societies in Kerala. Market Fed is a ഫെഡറേഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രൈമറി, എല്ലാ ടൈപ്പിലുള്ള പ്രൈമറി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും സ്ഥാപനമാണ് മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഫെഡ് ഈസ് എ ഫെഡറേഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ഒരു ടേമാണ്. അതുപോലെ മാർക്കറ്റ് ഫെഡ് ആണ് മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ അപ്പക് സ്ഥാപനമാണ്. എല്ലാ വിധത്തിലുള്ള പ്രൈമറി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഒപ്പക് സ്ഥാപനമാണ് മാർക്കറ്റ് ഫെഡ്. Market Fed begins as a district cooperative wholesale store on 24th December 1942 in the former Malabar district of Madras state in British India. അതായത് 24/12/1942 24/12/1942 ആദ്യത്തെ മലബാർ ഡിസ്ട്രിക്ട്, ഫോർമർ മലബാർ ഡിസ്ട്രിക്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ മലബാർ ഡിസ്ട്രിക്ട് ഇല്ല. അപ്പൊ അതായത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള മലബാർ ഡിസ്ട്രിക്റ്റില് 1942 ഡിസംബർ 24 ഒരു ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ, അതായത് ജില്ലാ തലത്തിലുള്ള ഒരു കോഓപ്പറേറ്റീവ് സ്റ്റോർ ആയിട്ട് ആരംഭിച്ചതാണ് മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡ് എന്നല്ല അതിന്റെ പേര്. അത് മദ്രാസ് സ്റ്റേറ്റിലാണ്. അന്ന് മലബാർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗമായിട്ടല്ല, മലബാർ ഡിസ്ട്രിക്റ്റിലായിരുന്നു. അത് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു റോൾ ചെയ്തിരുന്നത്. Market Fed begins as a district cooperative wholesale store on 24th December 1942 in the former Malabar district of Madras state in British India. Market Fed was started originally as a Malabar wholesale district cooperative store in 1942. അതായത് അതിന്റെ പേരെന്തായിരുന്നു? മലബാർ ഹോൾസെയിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സ്റ്റോർ. മലബാർ ഹോൾസെയിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സ്റ്റോർ എന്നായിരുന്നു 1942 ആരംഭിച്ച ഹോൾസെയിൽ സ്റ്റോറിന്റെ പേര്. മലബാർ ഹോൾസെയിൽ സ്റ്റോർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സ്റ്റോർ ആയിരുന്നു പിന്നീട് ചേഞ്ച് ചെയ്ത് മാർക്കറ്റ് ഫെഡ് ആയിട്ട് മാറിയത്. അത് ഓരോരോ എന്താ പറയുക പരിണാമങ്ങൾ എന്ന് പറയാം, ഓരോരോ സ്റ്റെപ്പുകളായിട്ടാണ് അത് മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്ന മാർക്കറ്റ് ഫെഡ് ആയിട്ട് മാറിയത്. Market Fed was started originally as a Malabar wholesale district cooperative store in 1942. In 1958, അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നെയിം ചേഞ്ച് ടു സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് എന്നായി. എന്താണ് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് 1958 അതിന്റെ പേര് മാറ്റി. 1942 രൂപീകരിച്ചു. മലബാർ ഹോൾസെയിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സ്റ്റോർ എന്ന പേരിൽ രൂപീകരിച്ചു. അതിനുശേഷം 1958 അതിന്റെ പേര് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്നാക്കി മാറ്റി. 1958 എന്താണ് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് എന്നുള്ള രീതിയിൽ പേര് മാറ്റി. ബൈലോ വാസ് അഗെയിൻ അമെൻഡഡ്. In 1960. The name was changed to Kerala State Cooperative Marketing Federation Limited. Bylaw was again amended in 1960. The name was changed to Kerala State Cooperative Marketing Federation Limited. എന്താണ് ഇതിന്റെ ബൈലോ ചേഞ്ച് ചെയ്തു, അമെൻഡ് ചെയ്തു 1960. അതിന്റെ പേര് എന്താക്കി മാറ്റി? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നാക്കി മാറ്റി. അപ്പൊ എന്താണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് 1942 എന്താണ് മലബാർ ഡിസ്ട്രിക്റ്റിൽ ആരംഭിച്ച മലബാർ ഹോൾസെയിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സ്റ്റോർ ആയിരുന്നു. അതിനുശേഷം 1958 അതിന്റെ പേര് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് എന്നാക്കി മാറ്റി. അതിനുശേഷം 1960 ഇന്ന് കാണുന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന പേരിൽ റീനെയിം ചെയ്ത് ബൈലോ കമന്റ് ചെയ്തിട്ട് അങ്ങനെ പേര് മാറ്റി. Market Fed was established in 25th March 1960. 1960 മാർച്ച് 25 മാർക്കറ്റ് ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മാർക്കറ്റ് ഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 25th March 1960. 1960 മാർച്ച് 25 മാർക്കറ്റ് ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1960 മാർച്ച് 25 മാർക്കറ്റ് ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്.
1960 മാർച്ച് 25-നാണ് മാർക്കറ്റ് ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ് വാസ് അറ്റ് കാലിക്കറ്റ് വെൻ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. 1960 മാർച്ച് 25-ന് മാർക്കറ്റ് ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാലിക്കറ്റ് ആയിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് നന്നായിട്ട് ഇരുന്ന് പഠിക്കാൻ തന്നെയായിട്ടാണ്. 1960 മാർച്ച് 25 ആ ഡേറ്റ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് പഠിക്കേണ്ട ഡേറ്റ് തന്നെയാണ്. ഡേറ്റുകൾ നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്. At the beginning of headquarters was at Kozhikode. It was shifted to Kochi in 1978. അതായത് 1960 നമ്മൾ മാർക്കറ്റ് ഫെഡ് രൂപീകരിച്ചു. ആ സമയത്ത് എന്തായിരുന്നു, കാലിക്കറ്റിലായിരുന്നു. 1960 നമ്മൾ രൂപീകരിച്ച സമയത്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കാലിക്കറ്റ് ആയിരുന്നു. അപ്പൊ കാലിക്കറ്റിൽ നിന്ന് 1978 18 വർഷങ്ങൾക്ക് ശേഷം അത് കൊച്ചിയിലേക്ക് മാറ്റി. അറ്റ് ദ ബിഗിനിങ് ഹെഡ് ക്വാർട്ടേഴ്സ് വാസ് കോഴിക്കോട്. ഇറ്റ് വാസ് ഷിഫ്റ്റഡ് ടു കൊച്ചി ഇൻ 1978. 1978 കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇൻ 1978 ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ് വാസ് ഷിഫ്റ്റഡ് ടു എറണാകുളം. സെയിം തന്നെ 1978 അത് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. സ്റ്റിൽ ഇപ്പോൾ എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ് ഇസ് എറണാകുളം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ് ഇസ് ഇൻ എറണാകുളം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ് ഇസ് ഇൻ എറണാകുളം. അപ്പൊ എന്താണ്, മാർക്കറ്റ് ഫെഡ് 1960 മാർച്ച് 25-ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ സമയത്ത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കാലിക്കറ്റ് ആയിരുന്നു. പിന്നീട് 1978 ഹെഡ് ക്വാർട്ടേഴ്സ് കാലിക്കറ്റിൽ നിന്ന് അത് കൊച്ചിയിലേക്ക് മാറ്റി. 1978 മുതൽ ഇപ്പോഴും എന്താണ്, മാർക്കറ്റ് ഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് മാർക്കറ്റ് ഫെഡ് ഈസ് ലിമിറ്റഡ് ടു ദി കേരള സ്റ്റേറ്റ്. അതായത് മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത് ഒരു അപ്പക് സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് എന്താണ്, കേരള സംസ്ഥാനം മുഴുവനുമായിട്ടുണ്ട്. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് മാർക്കറ്റ് ഫെഡ് ഈസ് ലിമിറ്റഡ് ടു ദി കേരള സ്റ്റേറ്റ്. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് മാർക്കറ്റ് ഫെഡ് ഈസ് ലിമിറ്റഡ് ടു ദി കേരള സ്റ്റേറ്റ്. ദ marketing society in Kerala of two tier, market fed at apex level and primary societies. Primary marketing societies. The marketing societies in Kerala is of two tier. Apex level market fed law അതിന്റെ എന്താ പറയുക ലാസ്റ്റ് ലെവലിൽ എന്താണ് കിടക്കുന്നത്, പ്രൈമറി സൊസൈറ്റീസുമാണ്, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസുമാണുള്ളത്. അപ്പൊ ടു ടയർ ആണ്. അപ്പെക്സ് ലെവലിൽ മാർക്കറ്റ് ഫെഡ്, പ്രൈമറി ലെവലില് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് മാർക്കറ്റ് ഫെഡ് ഈസ് മാനേജിംഗ് ഡയറക്ടർ. മാർക്കറ്റ് ഫെഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ ആണ്. മാർക്കറ്റ് ഫെഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ ആണ്. മാർക്കറ്റ് ഫെഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്, മാനേജിംഗ് ഡയറക്ടർ. No restriction for ever overlapping marketing type cooperative societies. No restriction for overlapping marketing type cooperative societies. അതായത് മാർക്കറ്റിംഗ് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഓവർലാപ്പ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പാക്സ് ഒക്കെ പഠിച്ചപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ ഒരു പഞ്ചായത്തിലാണ് അതിന്റെ പ്രവർത്തന പരിധി എന്നെങ്കിൽ ആ പ്രവർത്തന പരിധി അപ്പുറത്തുള്ള പഞ്ചായത്തിലുള്ള മെമ്പർമാരെയൊന്നും അതിൽ സ്വീകരിക്കാൻ പറ്റില്ല. അവരുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കില്ല. പക്ഷെ മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നോ റെസ്ട്രിക്ഷൻസ് ഫോർ ഓവർലാപ്പിംഗ് മാർക്കറ്റിംഗ് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മാർക്കറ്റിംഗ് ഫെഡ് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി എൻജോയ്സ് എക്സ്പോർട്ട് ഹൗസ് സ്റ്റാറ്റസ്. മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ്. അത് കയറ്റുമതികൾ നടത്തുന്നുണ്ട്. അതായത് കയറ്റുമതിയുടെ ഒരു സ്റ്റാറ്റസും കൂടി മാർക്കറ്റ് ഫെഡിനുണ്ട്. മാർക്കറ്റ് ഫെഡ് ഇസ് ദ അപ്പെക്സ് സൊസൈറ്റി എൻജോയ്സ് എക്സ്പോർട്ട് ഹൗസ് സ്റ്റാറ്റസ്. മാർക്കറ്റ് ഫെഡ് ഇസ് ദ അപ്പെക്സ് സൊസൈറ്റി എൻജോയ്സ് എക്സ്പോർട്ട് ഹൗസ് സ്റ്റാറ്റസ്. Regulated market came under Madras State Commercial Crops Act passed in 1930. 1930 മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്സ്യൽ ക്രോപ്സ് ആക്ട് പ്രകാരമാണ് റെഗുലേറ്റഡ് മാർക്കറ്റ് നിലവിൽ വന്നത്. 1930 പാസാക്കിയ മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്സ്യൽ ക്രോപ്സ് ആക്ട് പ്രകാരമാണ് റെഗുലേറ്റഡ് മാർക്കറ്റ്സുകൾ നിലവിൽ വന്നത്. മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്സ്യൽ ക്രോപ്സ് ആക്ട് പ്രകാരമാണ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ നിലവിൽ വന്നത്. റെഗുലേറ്റഡ് മാർക്കറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, അത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1928 റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ ശുപാർശ ചെയ്ത കമ്മിറ്റി. ആ കമ്മിറ്റി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ ശുപാർശ പ്രകാരമാണ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ വന്നത്.
ആ റെഗുലേറ്റഡ് മാർക്കറ്റുകൾ പ്രകാരം ഇടത്തട്ടുകാരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കർഷകർക്ക് ന്യായവില നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ്. ഇടത്തട്ടുകാരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കർഷകർക്ക് ന്യായവില ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ ആരംഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാല് ഒരു ഉൽപ്പന്നം ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക പാടി. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രദേശത്ത് പാടിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്തിന്റെ റെഗുലേറ്റഡ് മാർക്കറ്റ് ആയിട്ട് കണക്കാക്കുന്നു. ആ റെഗുലേറ്റഡ് മാർക്കറ്റ് വേണ്ടിയിട്ട് റെഗുലേറ്റിംഗ് കമ്മിറ്റിയെ കൊണ്ടുവന്നിട്ട് എന്താ പറയാ അതിനു വേണ്ടിയിട്ടുള്ള വിലകളും എല്ലാ കാര്യങ്ങളും ആ റെഗുലേറ്റിംഗ് കമ്മിറ്റിയാണ് നിശ്ചയിക്കുന്നത്. അതിന്റെ തൂക്കങ്ങൾ, ഗുണനിലവാരം, എല്ലാ കാര്യങ്ങളും റെഗുലേറ്റിംഗ് കമ്മിറ്റി നിശ്ചയിക്കുന്ന പ്രകാരമാണ് നടത്തുന്നത്. അതിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷയൊക്കെ കൊടുക്കാനൊക്കെ അധികാരങ്ങളൊക്കെ ഈ റെഗുലേറ്റിംഗ് കമ്മിറ്റിക്ക് ഉണ്ട്. അങ്ങനെ ആ കമ്മിറ്റിയിൽ എന്താണ് പ്രധാന സർക്കാരിലെ വകുപ്പിലെ പ്രതിനിധികൾ ഉണ്ടാവും. പിന്നെ നാട്ടിലെ പ്രധാനപ്പെട്ട എന്താ വ്യാപാര പ്രതിനിധികള്, അതേപോലെ എന്താ പറയാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികള്, കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൂടിയിട്ടായിരിക്കും ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് തോന്നിയ ആളുകൾ കൂടിയിട്ട് കമ്മിറ്റി അല്ല. എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന ഗുണവും തൂക്കവും ഒക്കെ അനുസരിച്ച് ഉള്ള വിലയൊക്കെ നിശ്ചയിച്ച് ആ വിപണിയെ അവർ നിയന്ത്രിക്കുന്നു. അതാണ് റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അനദർ നെയിം ഓഫ് പ്ലഡ്ജ് ലോൺ ഇൻ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. പ്ലഡ്ജ് ലോണിന്റെ വേറൊരു പേരാണ് കീ ലോൺ. അനദർ നെയിം ഓഫ് പ്ലഡ്ജ് ലോൺ ഇൻ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് കീ ലോൺ. Another name of pledge loan in marketing societies, key loan. Product of Agriculture Marketing Federation, AGMARC. Product of Agriculture Marketing Federation, AGMARC. AGMARC എന്നാണ് അറിയപ്പെടുന്നത്. പ്രൊഡക്റ്റ് ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, AGMARC. Market Fed is the apex society enjoys export house status. Market Fed is the apex societies enjoys export house status. Market Fed എന്ന് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റി ആണ്. എക്സ്പോർട്ട് ഹൗസിന്റെ അതായത് അവര് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് എന്ന് വെച്ചാല് അറിയില്ലേ, കയറ്റുമതികൾ മാർക്കറ്റ് ഫെഡ് ചെയ്യുന്നുണ്ട്. The term MIS denotes Market Intervention Scheme. The term MIS denotes Market Intervention Scheme. Market Intervention Scheme എന്നാണ് MIS എന്ന് പറയുന്നത്. അത് മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. MIS, Market Intervention Scheme. Market Intervention Scheme. The board of directors is constituted by elected representatives of the member societies, government nominees and managing directors. The board of directors is constituted by elected representatives of the member societies, government nominees and managing directors. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരൊക്കെയാണുള്ളത്? ഗവൺമെന്റ് നോമിനീസ് ഉണ്ട്, പിന്നെ പ്രൈമറി സൊസൈറ്റികളിൽ നിന്നുള്ള ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്, മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് നാഷണൽ ലെവൽ നാഫെഡ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ നാഷണൽ ലെവൽ സ്ഥാപനമാണ് നാഫെഡ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നാഷണൽ ലെവൽ സ്ഥാപനത്തിന് പറയുന്ന പേരാണ് നാഫെഡ്. നമുക്കത് നാഫെഡ് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സെക്ഷനിൽ എടുത്തു തരാം ഞങ്ങൾക്ക് കേട്ടോ. നാഫെഡ്, നബാർഡ്, NCDC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു തരാം. Marketing cooperative societies at national level, NAFED. In India, which is the nodal agency of marketing cooperatives? NAFED. In India, which is the nodal agency of marketing cooperatives? NAFED. In India, which is the nodal agency of marketing cooperatives? NAFED. Now, the Market Fed awards middlemen and intermediaries. The Market Fed awards middlemen and intermediaries. Market Fed middlemen ഇടത്തട്ടുകാരെയും ഇടയിലുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കുന്നു. മാർക്കറ്റ് ഫെഡ് അവേഴ്സ് മിഡിൽമെൻ ആൻഡ് ഇന്റർമീഡിയറ്റ്സ്. മാർക്കറ്റ് ഫെഡ് കളക്ട് ദി പ്രൊഡക്ട്സ് ഓഫ് ദി മെമ്പർ സൊസൈറ്റീസ് ആൻഡ് പ്രൊവൈഡ് ദി ബെസ്റ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ആൻഡ് പ്രൈസ് ഫോർ ദെയർ പ്രൊഡക്ട്സ്. Market Fed collect the products of the member societies and provide the best marketing facilities and price for their products. It mobilizes funds to finance its members. It also supports the member societies by constructing godown and arranging transportation facilities. Market Fed collect the products of the member societies and provide the best marketing facilities and price for their products. അതായത് മാർക്കറ്റ് ഫെഡ് എന്ന മെമ്പർ സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ഫെസിലിറ്റി, അവർക്ക് വിപണനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അതുപോലെ അവരുടെ പ്രൊഡക്റ്റിന്, ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യായമായ വില ഉറപ്പുവരുത്തുന്നു. ഇറ്റ് മൊബിലൈസസ് ഫണ്ട്സ് ടു ദി ഫിനാൻസസ് മെമ്പേഴ്സ്. അവരുടെ അംഗങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പ്രൈമറി സൊസൈറ്റികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ മൊബിലൈസ് ചെയ്ത് കൊടുക്കുന്നു. ഇറ്റ് ആൾസോ സപ്പോർട്ട്സ് ദി മെമ്പർ സൊസൈറ്റീസ് ബൈ കൺസ്ട്രക്ടിങ് ഗോഡൌൺ ആൻഡ് അറേഞ്ചിങ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ എന്താണ് മെമ്പർ സൊസൈറ്റികൾക്ക് ഗോഡൌണുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുള്ള ഗതാഗതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതായത് ഇവരുടെ വസ്തുക്കളൊക്കെ സംഭരിക്കുന്നതിനുള്ള ഗോഡൌണും എന്താണ് പ്രൊഡക്ട്സുകളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തണ്ടേ, അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ആർക്ക്? പ്രൈമറി സംഘങ്ങൾക്ക്. മാർക്കറ്റ് ഫെഡ് ആൾസോ പ്രൊവൈഡ് ഇൻപുട്സ് ലൈക്ക് സീഡ്സ്, മാനുവർ, ഫെർട്ടിലൈസർ, അഗ്രികൾച്ചറൽ മെഷീനറി ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു ഇറ്റ്സ് മെമ്പർ സൊസൈറ്റീസ്. മാർക്കറ്റ് ഫെഡ് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? വളങ്ങള്, അതുപോലെ വിത്തുകള് പറയണതൊക്കെ പ്രൈമറി സൊസൈറ്റികൾ മെമ്പർമാർക്ക് കൊടുക്കുന്നെങ്കിൽ ഇവരുടെ മെമ്പർ സൊസൈറ്റികൾ പ്രൈമറി സൊസൈറ്റികൾക്ക് മാർക്കറ്റ് ഫെഡ് ഇതൊക്കെ കൊടുക്കുന്നു. മാർക്കറ്റ് ഫെഡ് ആൾസോ പ്രൊവൈഡ് ഇൻപുട്സ് ലൈക്ക് സീഡ്സ്, മാനുവർ, ഫെർട്ടിലൈസർ, agricultural machinery and technical assistance to its member societies. Market Fed sells Kerala's own quality spices like pepper, cardamom, coals, cinnamon, etc. in domestic as well as international market. It also advanced in the procurement of processing of cashew and coconut. Market Fed എന്താണ് നമ്മളുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്പൈസസ് ആയ പെപ്പർ, കാർഡമം, കോൾസ്, cinnamon, etc. cloves, സിനമൺ എക്സെട്ര ഇൻ ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ഇന്റർനാഷണൽ മാർക്കറ്റ്. അതായത് നമ്മളുടെ മാർക്കറ്റിലും അതുപോലെ അതായത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ആഗോളതലത്തിലുള്ള മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇതിനുള്ള ക്വാളിറ്റി സ്പൈസസിന്റെ ഒക്കെ സെല്ലുകൾ മാർക്കറ്റ് ഫെഡ് നടത്തുന്നുണ്ട്. ഇറ്റ് ആൾസോ അഡ്വാൻസ്ഡ് ഇൻ ദ പ്രൊക്യൂർമെന്റ് ആൻഡ് പ്രോസസിംഗ് ഓഫ് കാഷ്യൂ ആൻഡ് കോക്കനട്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? കാഷ്യൂവും കോക്കനട്ടിന്റെ ഒക്കെ പ്രൊക്യൂർമെന്റ് മാർക്കറ്റ് ഫെഡ് നടത്തുന്നുണ്ട്. Market Fed sells Kerala's own quality spices like pepper, cardamom, cloves, cinnamon, etc. in domestic as well as international market. It also advanced in the procurement and processing of cashew and coconut. Caregem is the brand name of coconut oil produced by Market Fed. Caregem is the brand name of coconut oil produced by Market Fed. Market Fed ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലാണ് കാരജം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് ഫെഡിന്റെ കോക്കനട്ട് ഓയിലിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് കാരജം എന്നാണ്. അപ്പൊ കാരജം എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ മാർക്കറ്റ് ഫെഡ്, കാരജം എന്ന് കേൾക്കുമ്പോൾ എന്താണ്? മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് മേജർ സ്പൈസസ് ഇൻ സ്പെഷ്യലി പ്രിപ്പയർഡ് ഗിഫ്റ്റ് ബോക്സസ് ഇൻ ദ നെയിം സീസണിങ്സ്. മാർക്കറ്റ് ഫെഡ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് മേജർ സ്പൈസസ് ഇൻ സ്പെഷ്യലി പ്രിപ്പയർഡ് ഗിഫ്റ്റ് ബോക്സസ് ഇൻ ദ നെയിം സീസണിങ്സ്. മാർക്കറ്റ് ഫെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മേജർ സ്പൈസസ് ആണ്. അതായത് വേറൊന്നുമില്ല, സ്പൈസസിനെ ഒക്കെ ഒരു ഗിഫ്റ്റ് ബോക്സിലാക്കി നല്ല ഭംഗിയിൽ അത് നല്ല രസത്തിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഇതിനെ അറേഞ്ച് ചെയ്യും. അങ്ങനെ കളർ കോമ്പിനേഷനിലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സ്റ്റൈലിൽ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് അതിന്റെ പേരാണ് സീസണിങ്സ്. എന്താണ്? സീസണിങ്സ്. Market Fed has introduced major spices in specially prepared gift boxes in the name seasonings. Market Fed has introduced major spices in specially prepared gift boxes in the name seasonings. Seasoning. Market Fed has introduced major spices like our black pepper, popularly known as black gold, queen of spices, cardamom, cloves, സിനമൺ എക്സെട്ര ഇൻ സ്പെഷ്യലി പ്രിപ്പയർഡ് അട്രാക്റ്റീവ് ഗിഫ്റ്റ് ബോക്സസ്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്? അതായത് നമ്മളുടെ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയപ്പെടുന്ന ബ്ലാക്ക് പെപ്പർ, ക്യൂന സ്പൈസസ് എന്ന് അറിയപ്പെടുന്ന കാർഡമം, ക്ലോവ്സ്, സിനമൺ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ സ്പൈസസിനെയും കൂടി ഒരു ഗിഫ്റ്റ് ബോക്സിൽ നല്ല ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണ് സീസണിങ് എന്ന് പറയുന്നത്. The year in which Kumbakonam Agriculture Marketing Society was formed. Kumbakonam Agriculture Marketing Society എന്നാണ് ഫോം ചെയ്തത് 1913. The year in which Kumbakonam Agriculture Marketing Society was formed 1913. The year in which Kumbakonam Agriculture Marketing Society was formed 1913. The year in which Kumbakonam Agriculture Marketing Society was formed 1913. Regulated markets was established in 1929. Regulated markets was established in 1929. 1929 റെഗുലേറ്റഡ് മാർക്കറ്റുകളെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 28 റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ശുപാർശ ചെയ്തത്. 29 റെഗുലേറ്റഡ് മാർക്കറ്റുകളെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹൗ മെനി റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആർ ദയർ ഇൻ കേരള?
2. Tirur and Ponnani. How many regulated markets are there in Kerala? എത്ര റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആണ് കേരളയിലുള്ളത്? രണ്ടെണ്ണമാണ്, തിരൂരും പൊന്നാനിയും. ഹൗ മെനി റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആർ ദയർ ഇൻ കേരള? 2. തിരൂർ ആൻഡ് പൊന്നാനി. റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ മാർക്കറ്റിംഗ് കമ്മിറ്റി. റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ മാർക്കറ്റിംഗ് കമ്മിറ്റി. റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? മാർക്കറ്റിംഗ് കമ്മിറ്റി. ഞാൻ നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞു തന്നെ നിങ്ങൾക്ക്. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് regulated market in India? Royal Commission on Agriculture. Regulated market recommend ചെയ്തത് Royal Commission on Agriculture. Regulated markets are recommended by H. Calvert. Royal Commission on Agriculture-ന്റെ ചെയർമാൻ ആയിരുന്നു H. Calvert. പഞ്ചാബിലെ ഒരു രജിസ്ട്രാർ ആയിരുന്നു H. Calvert. അപ്പോൾ regulated markets are recommended by H. Calvert. Regulated markets are recommended by H. Calvert. How many primary cooperative marketing societies were in Kerala at the time of formation of Kerala State? കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എത്ര പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു? 36, 36. ഹൗ മെനി പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് വേർ ഇൻ കേരള at the time of formation of Kerala State? 36. How many primary cooperative marketing societies in Kerala at the formation of Kerala State? 36. 92 primary marketing societies and government are members of market fed. 92 primary marketing സൊസൈറ്റികളുണ്ട്, അതുപോലെ ഗവൺമെന്റുമാണ് മാർക്കറ്റ് ഫെഡിന്റെ മെമ്പർമാരെന്ന് പറയുന്നത്. 92 പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റിയും ഗവൺമെന്റുമാണ് മാർക്കറ്റ് ഫെഡിന്റെ മെമ്പർമാരെന്ന് പറയുന്നത്. വിച്ച് 5-year plan gave more importance to marketing society? ഏത് 5-year പ്ലാനിലാണ്, ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? സെക്കൻഡ് 5-year plan. Which 5-year plan gave more importance to marketing society? Second 5-year plan. Which 5-year plan gave more importance to marketing society? Second 5-year plan. Pledge loan is issued by marketing society on the security of agricultural product. Pledge loan is issued by marketing society on the security of agricultural product. അതായത് പ്ലഡ്ജ് ചെയ്യുന്നത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസറിനെ പ്ലഡ്ജ് ചെയ്തുകൊണ്ടാണ് പ്ലഡ്ജ് ലോൺ എടുക്കുന്നത്. അതായത് കൃഷി ഇറക്കുമ്പോൾ തന്നെ ഇതിൽ കിട്ടുന്ന അഗ്രികൾച്ചറിന്റെ പ്രൊഡക്റ്റിനെ പ്ലഡ്ജ് ചെയ്തിട്ടാണ്, മാർക്കറ്റിംഗ് സൊസൈറ്റി പ്ലഡ്ജ് ചെയ്തിട്ടാണ് പ്ലഡ്ജ് ലോണുകൾ എടുക്കുന്നത്. The chairman of the Committee on Cooperative Marketing, D. Dandwala. The chairman of the Committee on Cooperative Marketing. Cooperative Marketing in the committee, chairman in the Dandwala and Dandwala Committee on Cooperative Marketing. The chairman of Committee on Cooperative Marketing, D. Dandwala. Dandwala Committee on Cooperative Marketing was appointed in 1964. Dandwala Committee on Cooperative Marketing was appointed in 1964. Dandwala Committee on Cooperative Marketing was appointed in 1964. Dandwala Committee on Cooperative Marketing was submitted its report in 1966. Dandwala Committee on Cooperative Marketing was submitted its report in 1966. As a national level agency for procurement of copra unit. അതായത് കൊപ്ര യൂണിറ്റിന് സംഭരണത്തിന്റെ നാഷണൽ ലെവൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് നാഫെഡ് ആണ്. വിച്ച് ആക്ട് ആസ് നാഷണൽ ലെവൽ ഏജൻസി ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് കൊപ്ര യൂണിറ്റ്? നാഫെഡ്. ഏത് ഏജൻസിയാണ് നാഷണൽ ലെവൽ ഏജൻസി കൊപ്ര യൂണിറ്റിന്റെ നാഷണൽ ലെവൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നാഫെഡ് ആണ്. വിച്ച് ആക്ട് ആസ് സ്റ്റേറ്റ് ലെവൽ ഏജൻസി ഓഫ് നാഫെഡ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് കൊപ്ര അണ്ടർ ദ മിനിമം സപ്പോർട്ട് പ്രൈസ് സ്കീം? നാഫെഡിന്റെ സ്റ്റേറ്റ് ലെവൽ ഏജൻസി ആയിട്ട് പ്രൊക്യൂർമെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതാണ്? മാർക്കറ്റ് ഫെഡ്. അതായത് നാഫെഡ് ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകുന്നത്. അതിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ ഈ താങ്ങുവിലയൊക്കെ കൊടുക്കില്ല, അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ സ്റ്റേറ്റ് ലെവൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് മാർക്കറ്റ് ഫെഡ് ആണ്. സ്റ്റേറ്റ് ലെവൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് മാർക്കറ്റ് ഫെഡ് ആണ്. ദ ട്രേഡ് നെയിം ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗ്മാർക്ക്. അഗ്മാർക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഇതിലേക്ക് പോകേണ്ട, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നുള്ളതിനെയാണ് അഗ്മാർക്ക് എന്ന് പറയുന്നത്. ദ ട്രേഡ് നെയിം ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗ്മാർക്ക്. The trade name of agriculture marketing department is Agmark. Tripti store is associated with the market fed. Tripti store is associated with the market fed. Tripti store and that Tripti store is associated with the market fed. Tripti store and that associated in the market fed might associated. Tripti store is associated with the market fed. NAFED has how many regional offices for? നാഫെഡിന് എത്ര റീജിയണൽ ഓഫീസുകളാണുള്ളത്? 4 റീജിയണൽ ഓഫീസുകളാണുള്ളത്. നമുക്ക് നാഫെഡിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പിന്നീട് പഠിക്കാം. നാഫെഡ് has how many regional offices? 4. Primary marketing societies are formed by producer members, service cooperative societies and government. Primary marketing societies are formed by
പ്രൊഡ്യൂസർ മെമ്പേഴ്സ്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഗവൺമെന്റ്. പ്രൈമറി മാർക്കറ്റ് സൊസൈറ്റിയുടെ മെമ്പർമാരെന്ന് പറയുന്നത് പ്രൊഡ്യൂസർ മെമ്പർമാരുണ്ട്, അതുപോലെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഗവൺമെന്റുമാണ്. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ മെമ്പർമാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ മെമ്പർ, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഗവൺമെന്റ്. അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് മാർക്കറ്റ് ഫെഡ് ജനറൽ ബോഡി. അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ജോയിൻ ഹാൻഡ്സ് ടുഗദർ പാർട്ട് ഓഫ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും ജോയിൻ ഹാൻഡ്സ് ടുഗദർ ആസ് പാർട്ട് ഓഫ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. Government ensures storage facilities to the marketing societies by financing them in the form of loans, grants, and subsidies. Government ensures storage facilities to the marketing societies by financing them in the form of loans, grants, and subsidies ആണ് കേട്ടോ. ഒരു മാർക്ക് കയറിയൊക്കെ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് ensures storage facilities to the marketing societies by financing them in the form of loans, grants, and subsidies. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Primary societies exist in the sectors of paddy, wheat, jute, cotton, rubber, sugarcane, etc. The area of operation of primary marketing societies are restricted to താലൂക്ക്. താലൂക്ക് എന്ന് വെച്ചാൽ മാൻഡി ലെവൽ എന്നും പറയും, താലൂക്ക് ലെവൽ ആൻഡ് ബ്ലോക്ക് ലെവൽ. മാർക്കറ്റിംഗ് സൊസൈറ്റി സെറ്റ് അപ്പാർട്ട് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു എ ഫണ്ട് ഈസ് കോൾഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. മാർക്കറ്റിംഗ് സൊസൈറ്റികൾ അവരുടെ പ്രോഫിറ്റിന്റെ 10% പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നു. മാർക്കറ്റിംഗ് സൊസൈറ്റി സെറ്റ് അപ്പാർട്ട് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു എ ഫണ്ട് ഈസ് കോൾഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അതായത് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ അവരിലേക്ക് ഒരു ഔട്ട്റൈറ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് വാങ്ങിക്കും. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ മാർക്കറ്റിംഗ് സൊസൈറ്റികള് അഗ്രികൾച്ചർ പ്രൊഡ്യൂസുകളൊക്കെ മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങിച്ചു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാല് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത വിപണിയിലുള്ള എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ പ്രകാരം വില കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നഷ്ടം വരും. ആ നഷ്ടം വരുമ്പോൾ അതിനെ ബാധിക്കാതിരിക്കും, പ്രൈമറി സൊസൈറ്റികൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു ഫണ്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അത് നെറ്റ് പ്രോഫിറ്റിന്റെ 10% മാറ്റിവെക്കുന്നത്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് സെറ്റ് അപ്പാർട്ട് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു എ ഫണ്ട് ഈസ് കോൾഡ് price fluctuation fund. The primary marketing societies keep a fund to meet unforeseen losses due to outright purchase is called price fluctuation fund. The primary marketing societies keep a fund to meet unforeseen losses due to outright purchase is called price fluctuation fund. Primary marketing societies and then unforeseen losses ഒക്കെ വരുമ്പോൾ വേണ്ടിയിട്ടൊരു ഫണ്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഔട്ട്റൈറ്റ് പർച്ചേസിൽ, അതായത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഒക്കെ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ തന്നെയാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഔട്ട്റൈറ്റ് പർച്ചേസിൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാല് സാധനങ്ങൾക്ക് വില കുറയ്ക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടസാധ്യതയുണ്ട്. അത് മേക്കപ്പ് ചെയ്യാനാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് സൂക്ഷിക്കുന്നത്. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പർച്ചേസസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് കോൾഡ് ഔട്ട്റൈറ്റ് പർച്ചേസ്. Primary marketing society purchases agricultural produce at a market price is called outright purchase. ഇത്രയും നമ്മൾ മാർക്കറ്റിംഗ് സൊസൈറ്റികളെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ റബ്ബർ മാർക്കാണ് പഠിക്കാൻ പോണത്. റബ്ബർ മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ അപ്പക് സ്ഥാപനമാണ്. ഒരൊറ്റ കമ്മോഡിറ്റി, റബ്ബർ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയുടെ അപ്പക് സ്ഥാപനമാണ് റബ്ബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. റബ്ബർ മാർക്ക് ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. റബ്ബർ മാർക്കറ്റ് എന്താണ്? റബ്ബർ മാർക്കറ്റ് എന്താണ്? The Kerala State Cooperative Rubber Marketing Federation. The Kerala State Cooperative Rubber Marketing Federation, established in 1971, is popularly known as Rubber Market. The Kerala State Cooperative Rubber Marketing Federation, established in 1971, is popularly known as Rubber Market. The Kerala State Cooperative Rubber Marketing Federation, established in 1971, is popularly known as Rubber Market. 1971 റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ രൂപീകരിച്ചത്. അതിന്റെ ട്രേഡ് മാർക്കാണ് അല്ലെങ്കിൽ അതിനറിയപ്പെടുന്നതാണ് റബ്ബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ ഇയർ ഇൻ വിച്ച് റബ്ബർ മാർക്കറ്റ് രജിസ്റ്റേർഡ്, ഏത് വർഷം രജിസ്റ്റർ ചെയ്തത്? 16th March 1971. 1971 മാർച്ച് 16 രജിസ്റ്റർ ചെയ്തത്. 1971 മാർച്ച് 16 രജിസ്റ്റർ ചെയ്ത റബ്ബർ മാർക്ക് സെറ്റപ്പ് ചെയ്തത്, അത് ആരംഭിച്ചത് 1971 മാർച്ച് 30. 1971 മാർച്ച് 30.
The year in which rubber mark set up in 30th March 1971. 1971 മാർച്ച് 16-ന് എന്തെന്ന് പറഞ്ഞിട്ടാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന പേര് രജിസ്റ്റർ ചെയ്യപ്പെടുകയും 1971 മാർച്ച് 30-ന് അത് ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. The place in which headquarters of rubber mark situated. The place in which the headquarters of rubber mark situated Ernakulam. The place in which headquarters of rubber mark situated Ernakulam. എറണാകുളത്താണ് റബ്ബർ മാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. The place in which headquarters of rubber mark situated Ernakulam. The place in which headquarters of rubber mark situated Ernakulam. State the number of government nominees in rubber mark. Rubber markil എത്ര ഗവൺമെന്റ് നോമിനീസ് ഉണ്ട്? 3. State the number of government nominees rubber mark 3. State the number of government nominees rubber mark 3. Rubber mark has two tier structure. Rubber mark 2-tier structure ആണ്. മാർക്കറ്റ് ഫെഡ് പോലെ തന്നെ എന്താണ് റബ്ബർ മാർക്ക് 2-tier structure ആണ്. റബ്ബർ മാർക്ക് is otherwise called single commodity marketing society. ഒറ്റ കമ്മോഡിറ്റി ഉള്ളൂ. റബ്ബർ മാർക്ക് is otherwise called single commodity marketing society. റബ്ബർ മാർക്ക് is otherwise called single commodity marketing society. റബ്ബർ മാർക്ക് is otherwise called single commodity marketing society. Rubber mark is apex organization of all the primary cooperative rubber marketing societies. Rubber mark is apex organization of all the primary cooperative rubber marketing societies. Rubber mark is the apex organization of all the primary cooperative rubber marketing societies. അതായത് എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെയും അപ്പെക്സ് സ്ഥാപനമാണ് റബ്ബർ മാർക്ക് എന്ന് പറയുന്നത്. The area of operation of rubber mark extends to the whole of Kerala state. The area of operation of the rubber mark extends to the whole of Kerala state. The area of operation of rubber mark extends to the whole of Kerala state. കേരള സ്റ്റേറ്റ് മുഴുവനാണ്. അതൊരു അപ്പെക്സ് സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് മുഴുവനാണ് അതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്. The administration of rubber mark is vested with the board of directors elected from among the representatives of member societies and government nominees. The administration of rubber mark. റബ്ബർ മാർക്കിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും പിന്നെ എന്താണ് മെമ്പർ സൊസൈറ്റി, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പർ സൊസൈറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അതും അതുപോലെ ഗവൺമെന്റ് നോമിനീസിലുമാണ്. The administration of rubber mark is vested with the board of directors elected from among the representatives of member societies and government nominees. The administration of rubber mark is vested with the board of directors elected from among the representatives of member societies and government nominees. Rubber mark is the largest supplier of natural rubber and the biggest stockist of all grades of natural rubber in India. അതായത് റബ്ബർ മാർക്ക് എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബർ, സ്വാഭാവികമായിട്ടുള്ള കൃത്രിമ റബ്ബർ അല്ല, സ്വാഭാവികമായിട്ടുള്ള റബ്ബറിന്റെ ഏറ്റവും വലിയ സപ്ലയർ ആണ്. അത് ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. റബ്ബർ മാർക്ക് is the largest supplier of natural rubber and biggest stockist of grades of natural rubber in India. And the biggest stockistumana. Rubber mark exports rubber to foreign countries as well. Rubber mark exports rubber to foreign countries as well. Rubber mark foreign countries like rubber vilkunnu. Rubber mark assists in promoting, organizing and developing rubber cooperative societies at primary level. Rubber mark assists in promoting, organizing and developing rubber cooperative societies at primary level. Rubber mark assists in promoting, organizing and developing rubber cooperative societies at primary level. അതായത് പ്രൈമറി ലെവലിലുള്ള റബ്ബർ കോപ്പറേറ്റീവ്സിനെ എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനോ ഓർഗനൈസ് ചെയ്യാനോ അതിനുള്ള ആവശ്യമുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റികളൊക്കെയാണ് റബ്ബർ മാർക്ക് ചെയ്തു കൊടുക്കുന്നത്. The Kerala State Cooperative Rubber Marketing Federation works under the guidelines of Rubber Board of Kerala and Government of Kerala. അതായത് റബ്ബർ ബോർഡ് ഉണ്ട്, കേരളത്തിലെ റബ്ബർ ബോർഡ് ഉണ്ട്. ആ റബ്ബർ ബോർഡിന്റെയും ഗവൺമെന്റ് ഓഫ് കേരളയുടെയും ഗൈഡൻസ് പ്രകാരമാണ് റബ്ബർ മാർക്ക് പ്രവർത്തിക്കുന്നത്. The Kerala State Cooperative Rubber Marketing Federation works under the guidance of Rubber Board of Kerala and the Government of Kerala. The Kerala State Cooperative Rubber Marketing Federation works under the guidance of Rubber Board of Kerala and the Government of Kerala.
Rubeck is balloon factory with the collaboration of Malaysia. Rubeck is the balloon factory with the collaboration of Malaysia. Rubeck എന്ന് പറയുന്നത് ബലൂൺ ഫാക്ടറിയാണ്. അത് മലേഷ്യയുമായി കൊളാബറേഷൻ, അതായത് കൊളാബറേറ്റ് ചെയ്തത്. മലേഷ്യയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് റൂബെക് എന്ന് പറയുന്ന ബലൂൺ ഫാക്ടറി റബ്ബർ മാർക്ക് നടത്തുന്നത്. റൂബെക് എന്ന് പറയുന്ന ബലൂണ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റബ്ബർ മാർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റൂബെക് ബലൂൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റബ്ബർ മാർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റൂബെക് ഈസ് ബലൂൺ ഫാക്ടറി വിത്ത് കൊളാബറേഷൻ ഓഫ് മലേഷ്യ. ദ ഇയർ ഇൻ വിച്ച് റബ്ബർ Production and Marketing Act passed 1947. The year in which Rubber Production and Marketing Act passed 1947. The year in which Rubber Production and Marketing Act passed 1947. Rubber Board started at Kottayam in 1947. Rubber Board started at Kottayam in 1947. 1947 റബ്ബർ ബോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. റബ്ബർ ബോർഡിന്റെ ഗൈഡൻസ് ഒക്കെ പ്രകാരം റബ്ബർ മാർക്ക് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ റബ്ബർ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത് കോട്ടയത്ത് 1947 റബ്ബർ ബോർഡ് 1947 കോട്ടയത്താണ് പ്രവർത്തനം ആരംഭിച്ചത്. The year in which Rubber Production and Marketing Amendment Act passed 1954. 1947 ആക്ട് പാസ്സാക്കിയത്. അതിന്റെ അമെന്റ്മെന്റ് ആക്ട് 1954. ദ ഇയർ ഇൻ വിച്ച് റബ്ബർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് അമെന്റ്മെന്റ് ആക്ട് പാസ്ഡ് 1954. ദ ഇയർ ഇൻ വിച്ച് റബ്ബർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് അമെന്റ്മെന്റ് ആക്ട് പാസ്ഡ് 1954. The government passed Rubber Production and Marketing Act on 18th April 1947 and the Indian Rubber Board was constituted. അതായത് റബ്ബർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് 1947 പാസ്സാക്കി. 1947 ഏപ്രിൽ 18 പാസ്സാക്കിയിട്ടാണ് പാസ്സാക്കിയതിനെ തുടർന്നാണ് 1947 ഏപ്രിൽ 18 പിന്നെ റബ്ബർ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം റബ്ബർ ബോർഡിന്റെ അമെന്റ്മെന്റ് ആക്ട് വന്നു. അത് 1954 അപ്പൊ അതിന് റബ്ബർ ബോർഡ്, അന്ന് ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്നായിരുന്നു. 1947 ഇത് വരുമ്പോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്നായിരുന്നു പേര്. പിന്നീട് അത് റബ്ബർ ബോർഡ് എന്ന് പേര് മാറ്റി. റബ്ബർ ബോർഡ് എന്ന് പേര് റിനെയിം ചെയ്തു. 1954 ആക്ട് പാസ്സാക്കിയതിനു ശേഷം, അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കിയതിനു ശേഷം 1947 ആക്ടില് റബ്ബർ ബോർഡ്, ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്ന പേരിൽ വന്നത്. 1954 അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കിയതിനു ശേഷം റബ്ബർ ബോർഡ് എന്ന് മാത്രമാക്കി മാറ്റി. ഈ റബ്ബർ മാർക്ക് ഇ ക്ലാസ് മെമ്പർഷിപ്പ് ടേക്കൺ ബൈ റബ്ബർ, അതായത് റബ്ബർ ബോർഡിനാണ് റബ്ബർ മാർക്ക് ഇ ക്ലാസ് മെമ്പർഷിപ്പ് റബ്ബർ മാർക്ക് കൊടുക്കുന്നത് ആർക്കാണ്? റബ്ബർ ബോർഡിനാണ്. ഇ ക്ലാസ് മെമ്പർഷിപ്പ്, അത് ശ്രദ്ധിക്കുക, ഇ ക്ലാസ് മെമ്പർഷിപ്പ് ആണ് കേട്ടോ. ഇൻ റബ്ബർ മാർക്ക് ഇ ക്ലാസ് മെമ്പർഷിപ്പ് ടേക്കൺ ബൈ റബ്ബർ ബോർഡ്. ഹൗ മെനി പ്രൈമറി സൊസൈറ്റീസ് വർക്ക് അണ്ടർ റബ്ബർ മാർക്ക്? റബ്ബർ മാർക്കിന്റെ അണ്ടറിൽ 38 പ്രൈമറി സൊസൈറ്റികൾ ഉണ്ട്. എത്രയാണ്? 38 പ്രൈമറി സൊസൈറ്റികളുണ്ട്. ഹൗ മെനി പ്രൈമറി സൊസൈറ്റീസ് വർക്കഡ് അണ്ടർ റബ്ബർ മാർക്ക്? 38. ഹൗ മെനി പ്രൈമറി സൊസൈറ്റീസ് വർക്കഡ് അണ്ടർ റബ്ബർ മാർക്ക്? 38. ദ ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ്ഡ് റബ്ബർ മാർക്ക് ആർ ഭാരത ജൈവ ആൻഡ് കേരള ജൈവ ആൻഡ് പെരിയാർ മിക്സഡ്. ദ ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ റബ്ബർ മാർക്ക് ആർ ഭാരത ജൈവ, കേരള ജൈവ ആൻഡ് പെരിയാർ മിക്സഡ്. എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് പോലെ വന്നതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ ക്ലാസ് ലാസ്റ്റ് ആയിട്ട് വന്നത് കേട്ടോ. The fertilizers produced by rubber mark are Bharata Jaiva, Kerala Jaiva and Periyar mixture. The fertilizers produced by rubber mark are Bharata Jaiva, Kerala Jaiva and Periyar mixture. ഇത്രയാണ് നമ്മളെ ക്ലാസ് കഴിഞ്ഞു. ഇത്രയും ശ്രമിച്ചതിന് നന്ദിയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് വരാം. ഓക്കെ, ബൈ.